ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ കാലം. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്തൊരു മദ്യപാനി ഉണ്ടായിരുന്നു, മുഴുകുടിയൻ. ശല്യം സഹിക്കുകയ്യാതെ എല്ലാവരും മാസ് പെറ്റീഷൻ കൊടുത്തിട്ട് ഈ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് കേട്ടുള്ളി എല്ലാരും, അന്ന് അവന്റെ ഉമ്മ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അവന്റെ ശല്യം തീർന്നു. ആര് 10 മാസം നൊന്ത് പ്രസവിച്ച് 2 മാസം അമ്മിഞ്ഞപ്പാല് നുകർന്ന ആ മകനെ വെറുക്കുന്നൊരു ഉമ്മ, പ്രാണപ്രേയസി ഭാര്യ, ആലിംഗനം ചെയ്ത് കിടന്നതിൽ മക്കളുണ്ടായ ഭാര്യ, അൽഹംദുലില്ലാ പൊന്നു മക്കൾ, കട്ടിലിന്റെ ചുവട്ടിൽ ഓടി ഒളിച്ച മക്കൾ ഇന്ന് കട്ടിലിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങി. പക്ഷേ അന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഉറങ്ങിയില്ല. അദ്ദേഹം എന്താ ചിന്തിച്ചറിയോ? വിസ്തത്തിന്റെ ചിന്ത അതാണ്, പടച്ചവനെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഒരു കുടുംബത്തിൽ മദ്യപാനി ഉണ്ടായല്ലോ, അവൻ അമ്മയുടെ ശാപമായല്ലോ, അവൻ ആ കുടുംബത്തിന്റെ ശാപമായല്ലോ എന്നതാ നമ്മുടെ മനസ്സിലുള്ളത്. അതുണ്ടോ നമ്മുടെ മനസ്സിൽ? ഇമാം അബൂ ഹനീഫ ഉറങ്ങിയില്ല, ഇടത്തോട്ടും വലത്തോട്ടും ചരിഞ്ഞു കിടന്നു. വീട്ടിന്റെ ഉള്ളിൽ അദ്ദേഹം ഇങ്ങനെ നടന്നു. രാവിലെ സുബൈ നിസ്കരിച്ച് ജയിലിലേക്ക് കയറി ചെന്ന് ആ സൂപ്രണ്ടിനെ കണ്ട് ഈ മദ്യപാനിയെ മോചിപ്പിച്ചു തരാൻ പറഞ്ഞു. ആ മദ്യപാനിയുടെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇമാം അബൂ ഹനീഫ ചോദിച്ചു, എന്തിനാടാ ജന്മം നൽകിയ മാതാവ് ഇന്നലെ സന്തോഷത്തോടെ ഉറങ്ങി, ഇങ്ങനെ ഒരു ശാപം കിട്ടിയ ജീവിതം നിനക്ക് എന്തിനാ? നിന്റെ ഭാര്യ ഇന്നലെ ആഹ്ലാദത്തിൽ കിടന്നുറങ്ങി, നിന്റെ മക്കൾ ഉറങ്ങി, ഉമ്മാക്ക് വേണ്ട, ഭാര്യക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. എടാ, ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താ എന്ന് ഇമാം അബൂ ഹനീഫ ഒറ്റ ചോദ്യം, ആ ചോദ്യം കേട്ട് ഹൃദയത്തിലേക്ക് ആ ചോദ്യത്തെ ആവാഹിച്ചെടുത്ത് നന്നായി ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യനായി തീർന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ കൈബുക്കുമോ? എന്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ആ വീട്ടിൽ കയറി ചെന്നിട്ട് ഭാസ്കരന്റെ മോട്ടൻ മദ്യപാനം നിർത്തി, ഇന്ന് സുരേഷിന്റെ കഞ്ചാവടിക്കുന്നത് നിർത്തി, ബഷീർ ഖാന്റെ മോൻ നിർത്തി എന്ന് പറയാൻ അർഹതയുള്ള എത്ര ഇവിടെ കുത്തുബടത്തുന്ന എത്ര ആൾ ഈ സസിലിരിക്കുന്നത് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നു, സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറക്കുന്നു. നിങ്ങൾ വേദം പാരായണം ചെയ്തിട്ടില്ലേ? നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ മഹാനായ നൂഹ് നബി ഉറക്കെ വിളിച്ചില്ലേ? അവരെ പതുക്കെ വിളിച്ചില്ലേ? രഹസ്യമായി വിളിച്ചില്ലേ? പരസ്യമായി വിളിച്ചില്ലേ? രാവും പകലുമില്ലാതെ ധാർമ്മികതയിലേക്ക്, തൗഹീദിലേക്ക് വിളിച്ചില്ലേ നൂഹ് അലൈഹിസ്സലാം? നമ്മുടെ ബാധ്യത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി.